ഹലോ ദിയു ഫാമിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനും ദിയ കുട്ടിയും കൊണ്ട് ഏട്ടൻ്റെ അടുത്തേക്ക് പോവുകയാണ്, ഒമാനിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കൊണ്ടുവിടാനായിട്ട് അച്ഛനും അമ്മയും വലിയ മാമയാണ് വന്നിട്ടുള്ള. ഇതാണ് എൻ്റെ വലിയ മാമ. അപ്പോൾ ഞങ്ങളിതകത്തേക്ക് പോവുകയാണ്. ഞങ്ങളകത്ത് കയറി ബോർഡിംഗ് പാസ് എടുത്ത് ലഗേജും കാര്യങ്ങളെല്ലാം വിട്ട് പിന്നെ എമിഗ്രേഷനും കാര്യങ്ങളും ചെക്കിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഗേറ്റ് 1 ആണ് നമ്മുടെ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നമുക്ക് അവിടെ തന്നെ നല്ലൊരു ഫാമിലിയെ ബോർഡിംഗ് പാസ് എടുക്കുന്ന അവിടെ തന്നെ കിട്ടി കേട്ടോ. നല്ല കമ്പനിയായിരുന്നു, നല്ല സപ്പോർട്ടിങ് ആയിരുന്നു. അങ്ങനെ നമ്മളവിടെ വെയിറ്റ് ചെയ്ത് ദീകുട്ടി കുറച്ച് അതിൽ കൂടി കളിച്ച് നടന്ന് കുറച്ച് കഴിഞ്ഞ് വിശക്കുക എന്ന് പറഞ്ഞ്. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടൊരു 3-4 ഐറ്റംസ് ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിപ്സ് മതി എന്ന് പറഞ്ഞ് ചിപ്സ് ഇരുന്ന് കഴിക്കുകയാണ് അവൾ കേട്ടോ. അതുപോലെ തന്നെ അവൾക്ക് ഒന്നും കൂടെ ഇഷ്ടമുള്ള ഒരു 3-4 പുതിയ ടോയ്സും ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പുതിയ ടോയ്സ് കാണുമ്പോൾ ഒരു പ്രത്യേകം ഇഷ്ടമാകുമല്ലോ. അങ്ങനെ ആയിരുന്നു ഒരു പൂച്ചേനെ കൊടുത്തതല്ലേ, അതിന് അവൾ പേരിട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് അത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്. നമ്മളതിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പം അതിന് ചെക്കിങ് കഴിഞ്ഞ് ഞങ്ങളിതാ പോവുകയാണ്. അപ്പോൾ കുട്ടി ഇതാ മുന്നിലെ എന്നെ കൂട്ടാണ്ട് പോയി. ലാസ്റ്റ് അവിടെ തന്നെ ഇപ്പോൾ അമ്മ എടുക്കുമെന്ന് പറഞ്ഞ് ഫ്ലൈറ്റ് കാണിച്ചു കൊടുത്ത്. ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ്. ആ ടൈമിൽ അത്യാവശ്യം ക്യൂ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു പകുതി ആയപ്പോഴാണ് ഞങ്ങൾ കയറാൻ പോയത്. കാരണം അത്രയും സമയം അകത്തിരിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിനകത്തേക്ക് കയറാൻ പോവുകയാണ്. കുട്ടി ഫ്ലൈറ്റിനടുത്ത് എത്താനായപ്പോൾ ഞാൻ അവളെ താഴെ വെച്ചു വിട്ടു. കാരണം അവളെന്നെ ഫസ്റ്റ് കയറട്ടെ എന്ന് വെച്ചിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഞാനും ആദ്യമായിട്ടാണ്, അവളും ആദ്യമായിട്ടാണ്. അങ്ങനെ കുട്ടി അതുപോലെ ഞാനും ആദ്യമായിട്ട് ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുകയാണ്. നമ്മൾ ഫ്ലൈറ്റിൽ കയറി നമുക്ക് സീറ്റ് നമ്പർ വന്നിട്ടുണ്ടായിരുന്നത് 18 18 ഇയും എഫും ആയിരുന്നു. വിൻഡോ സീറ്റായിരുന്നു. അപ്പോൾ ആദ്യം കുറച്ച് നേരം കുട്ടി വിൻഡോ സൈഡിലൊക്കെ ഇരുന്ന് കഴിഞ്ഞ് പിന്നീട് ഞാൻ അവളെ കൂടെ മാറ്റി നിർത്തി ഫ്ലൈറ്റ് എടുക്കാൻ ടൈം ആയപ്പോഴേക്കും. ആ ടൈമിൽ കുട്ടികൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് ആ ഫ്ലൈറ്റ് അപ്പോൾ സ്റ്റാർട്ടിങ് ചെയ്യുന്നതിൻ്റെ ആ ബുദ്ധിമുട്ടും കാര്യങ്ങളും അവർ അറിയാതിരിക്കാൻ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുക, അല്ലെങ്കിൽ ഫീഡ് ചെയ്യുക, പറ്റുന്ന കുട്ടികളാണ് ഫീഡ് ചെയ്യുക, അവരെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് കുറച്ച് ചിപ്സും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുത്തു. ഞാൻ കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു. അങ്ങനെ ഫ്ലൈറ്റ് എടുക്കുന്ന ആ ടൈം ആയപ്പോഴേക്കും അവൾക്ക് നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. കാരണം എയർപോർട്ടിൽ അവൾ കളിച്ച് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു, കളിച്ച് നടക്കുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിൽ കയറി കുറച്ച് കഴിയുമ്പോഴേക്കും അവൾക്ക് ഉറക്കം വന്നു. അങ്ങനെ അവൾ അവിടെ ഇരുന്ന് ഉറങ്ങി, നല്ലപോലെ ഒന്ന് ഉറങ്ങി. എന്നിട്ട് അവൾ ഉറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഫ്ലൈറ്റും കാര്യങ്ങളും എടുത്തു. അങ്ങനെ ഫ്ലൈറ്റ് ഏകദേശം പൊങ്ങിയ സമയത്ത് പിന്നെ ഞാനും കിടന്നുറങ്ങി കേട്ടോ. പിന്നെ അപ്പോൾ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഞാനും കിടന്നുറങ്ങി. അങ്ങനെ ഞാൻ ഉറക്കമൊക്കെ ഉണർന്ന് കഴിഞ്ഞപ്പോഴാണ് നല്ല മേഘങ്ങളെ കാഴ്ചകൾ. ഇത് ഭയങ്കര ഒരു സന്തോഷം എന്നുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ ശരിക്കും മേഘങ്ങളൊന്നും ഞാനിതുവരെ ഇത്രയും ഒരു ഭംഗിയിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഓരോ മാറ്റങ്ങൾ എന്നെ കൊണ്ട് പറ്റാവുന്ന അത്രയും ഞാൻ ക്യാമറയിൽ പകർത്തി. ഞാൻ ഇതെല്ലാം പകർത്തി കൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞിപ്പെണ്ണ് എണീറ്റു. അങ്ങനെ അവൾക്കും ഞാൻ ഈ കൗതുകമുള്ള കാഴ്ചകളെല്ലാം കാണിച്ചു കൊടുത്തു. അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളോട് നമുക്ക് ഫ്ലൈറ്റിൽ പോകുമ്പോൾ അമ്മ മേഘങ്ങൾ കാണിച്ചു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവളും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്ത് അവൾ ഹാപ്പിയാണ്. നമുക്ക് തന്നെ മേഘങ്ങളുടെ ആ ഒരു മാറ്റങ്ങൾ കാണുമ്പോൾ നമുക്ക് എന്തോന്ന് ഇറങ്ങി നോക്കാൻ, അല്ലെങ്കിൽ മഞ്ഞുകട്ടകൾ പോലെ ഒന്ന് വാരി നോക്കാനൊക്കെ നമുക്ക് അവിടെ ഇരുന്നു കൊണ്ട് തോന്നും. കാരണം അത്ര ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു. അങ്ങനെ കുട്ടി ഉറക്കണമെന്ന് അവൾക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞ്. അപ്പോൾ വേണ്ടത് ചിപ്സ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ചിപ്സും വെള്ളമൊക്കെ എടുത്ത് കുടിച്ച് എന്നെ ഉറക്കക്ഷീണമൊക്കെ മാറി അവൾ ഹാപ്പി ആയി കേട്ടോ. അവളെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വാശിയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവൾ ഹാപ്പി ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു സമാധാനം തന്നെയായിരുന്നു. കാരണം ആദ്യമായിട്ട് പോവുകയാണ് ഞങ്ങൾ രണ്ടുപേരും. കാരണം അവൾ വാശിയും കുറുമ്പും കാണിക്കുമോ എന്നുള്ളൊരിതുണ്ട്. പക്ഷെ അവൾ ഹാപ്പി ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സമാധാനം തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് അവളെടുത്ത് മടിയിലൊക്കെ വെച്ച് അതിന് ശേഷം വീണ്ടും അവളുടെ മിട്ടുപൂച്ചിനെ കയ്യിൽ കൊടുത്ത് അതുമായിട്ട് ഇരുന്ന് കളിക്കുമായിരുന്നു കേട്ടോ.
അങ്ങനെ നമ്മൾ മേഘങ്ങളെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കാണാൻ പോകുന്നത് സലാലയാണ് കേട്ടോ. നമുക്ക് ഏകദേശം നമ്മൾ സലാല എത്താനായി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ദീകുട്ടിയിടയിൽ ചോദിക്കുന്നുണ്ട്, അമ്മ എത്താനായോ, നമുക്ക് ഇറങ്ങിയാലോന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കും തോന്നിപ്പോകും. കുറച്ച് നമ്മൾ ഫ്ലൈറ്റിൽ കയറി കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് കാണാനുള്ള പിന്നെ മേഘങ്ങൾ മാത്രമാണ്. മേഘങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഓരോ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ചൊന്നും കാഴ്ചകളില്ല. ഈ മേഘങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള ഓരോരോ ഇത് മാത്രമേ കാണാനുള്ളൂ. അപ്പോൾ നമുക്ക് തോന്നും എത്താനായോ ഇറങ്ങാനായോ എന്നൊക്കെ. അപ്പോൾ നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ കെട്ടിടങ്ങളൊക്കെ വളരെ ചെറിയൊരു ഇതിൽ കാണുമ്പോൾ ഏകദേശം എത്താനായിട്ടുണ്ട് എന്നുള്ളൊരു സന്തോഷം നമുക്ക് പേഴ്സണലി തോന്നും. അങ്ങനെ അത് കണ്ടു ഞാൻ ദീകുട്ടിയും കാണിച്ചു കൊടുത്തു. ഇങ്ങനെ ദൂരത്തു നിന്നുള്ള കാഴ്ച കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇതാ നമ്മൾ സലാലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഫ്ലൈറ്റ് എടുക്കുന്ന ടൈമിൽ എങ്ങനെയാവും എന്നുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ലാൻഡിങ്ങിൻ്റെ ടൈമിലും ഞാൻ ദിയകുട്ടിയെ പോകണമെന്നിരിക്കുകയാണല്ലോ. അപ്പോൾ അവൾക്ക് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് യാതൊരു ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അവൾ ഹാപ്പി ആയിരുന്നു. കാരണം ഞാൻ ഇനിയിപ്പോൾ അവൾ എന്തെങ്കിലും ഫ്ലൈറ്റ് എടുക്കുന്ന ടൈമിലോ അല്ലെങ്കിൽ ലാൻഡ് ചെയ്യുന്ന ടൈമിലോ എന്തെങ്കിലും ടെൻഷനാവോ പേടിക്കുമോ എന്നൊക്കെയുള്ളൊരു ഇതുണ്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞ് കൊടുത്തതുകൊണ്ടായിരിക്കാം അവൾ അതിൽ ഓക്കെ ആയിരുന്നു. അങ്ങനെ അവൾ ഏകദേശം എത്താനായി എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. അവളിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, മീൻസ് നമ്മൾ കാലിക്കറ്റ് എയർപോർട്ടിൽ ഇരിക്കുന്ന ടൈമിൽ തന്നെ, അമ്മ എന്താ നമ്മൾ അച്ഛൻ മാത്രം വരാത്തത്? കാരണം അവൾ വിചാരിക്കുന്നത് നമ്മൾ ഏട്ടനെ കൂട്ടാൻ പോയതാണോ എന്ന് വിചാരിച്ചിട്ട് അവൾ അങ്ങനെ ചോദിക്കുന്നത്. പിന്നെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞിട്ട് എന്താ അച്ഛൻ വരാത്തത്, നമ്മൾ അച്ഛനെ കണ്ടില്ലല്ലോ, ഇനി അച്ഛനാണ് ഫ്ലൈറ്റ് ഓടിക്കുന്നത്, അങ്ങനെ ഓരോരോ അവളുടെ ഓരോരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് അങ്ങനെ ഒരു അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി മീൻസ് താഴെ ഇറങ്ങി നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. ദീകുട്ടി ഇതാ ബാഗൊക്കെ ഇട്ട് റെഡി മണിയായിട്ട് ഇരിക്കുകയാണ്. അമ്മ നമുക്ക് ഫസ്റ്റ് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ദീകുട്ടി ഉറങ്ങി എണീറ്റ ശേഷം നമ്മളൊന്ന് അതിലിറങ്ങി നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വാഷ്റൂമിലൊക്കെ പോയി വന്ന് അതിലിറങ്ങി നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഇപ്പോൾ ഇറങ്ങാനായി എന്ന് പറഞ്ഞപ്പോഴും ബാഗൊക്കെ ഇട്ടെന്നാൽ നമുക്ക് പോകും അവിടെ പോയി നിൽക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അത്രയും ഒരു എന്താ പറയുക സന്തോഷത്തിലായിരുന്നു അവൾ. അങ്ങനെ എന്താ എല്ലാവരും ഇറങ്ങാൻ വേണ്ടി മുന്നോട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞാനും ദീകുട്ടിയും ഇറങ്ങി. അങ്ങനെ സലാല എയർപോർട്ടിൽ നമ്മളെത്തി. ദീകുട്ടി ഇതാ ഉറക്കം ഉണർന്ന് സന്തോഷത്തിൽ ഓടി നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ ചെക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്കും ഏട്ടൻ്റെ ഫ്രണ്ടും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു മണിക്കൂറും കൂടി യാത്ര ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ റൂമിലേക്ക്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും നമ്മൾ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.